നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. വഷളായ ഇന്ത്യ-US ബന്ധത്തിൽ പുതിയ പ്രതീക്ഷയുമായി ന്യൂഡൽഹിയിൽ നടന്ന ഉഭയകക്ഷി ചർച്ച പോസിറ്റീവ് ആയിരുന്നുവെന്നും ഇരു രാജ്യങ്ങളും തമ്മിൽ അന്തിമ വ്യാപാര കരാറിലെത്താനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കുമെന്നും ഇന്ത്യയും US-ഉമായുള്ള മഞ്ഞൊരുക്കത്തിന്റെ സൂചനകൾ നൽകി 75ാം പിറന്നാൾ ആഘോഷിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് ജന്മദിനാശംസ നേർന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കിഴക്കൻ യൂറോപ്യൻ രാജ്യമായ ജോർജിയ സന്ദർശിക്കാനെത്തിയ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ സഡക്ലോ അതിർത്തിയിൽ അധികൃതരുടെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിന് ഇരയായതായി പരാതി. കുടിയേറ്റ വിരുദ്ധ വികാരം അടിക്കടി കത്തിക്കയറുമ്പോൾ നെഞ്ചിടിപ്പോടെ UK-യിലെയും യൂറോപ്പിലെയും മലയാളികൾ. ആരോഗ്യ, ബിസിനസ്, സേവന മേഖലകളിലെ നട്ടെല്ലായ മലയാളി വൈദഗ്ധ്യ ജീവനക്കാർ കടുത്ത ആശങ്കയിൽ. വലതുപക്ഷ പ്രവർത്തകൻ ചാർലി കിർക്കിന്റെ കൊലപാതകം ആഘോഷിച്ച കുടിയേറ്റക്കാരുടെ വിസ റദ്ദാക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. വാർത്തകൾ വിശദമായി. ഉയർന്ന തീരുവ ഏർപ്പെടുത്തി നടന്ന വഷളായ ഇന്ത്യ-US ബന്ധത്തിൽ പുതിയ പ്രതീക്ഷ നൽകുന്നതായി മാറി ന്യൂഡൽഹിയിൽ നടന്ന ഉഭയകക്ഷി ചർച്ച. US വ്യാപാര ഉപപ്രതിനിധി ബ്രെൻഡൻ ലിഞ്ചുമായി വാണിജ്യ വ്യാപാര മന്ത്രാലയം സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് അഗർവാൾ നടത്തിയ ചർച്ചയാണ് ഇരു രാജ്യങ്ങൾക്കും ശുഭപ്രതീക്ഷ നൽകുന്നത്. ചൊവ്വാഴ്ച ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ ഗുണപരമായെന്നും പരസ്പരം പ്രയോജനകരമായ വ്യാപാര കരാറിലേക്ക് എത്താൻ തീവ്രമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയം പറഞ്ഞു. 50% എന്ന ഉയർന്ന തീരുവ ഏർപ്പെടുത്തിയതിനു ശേഷം ആദ്യമായാണ് US-ഉമായി ഇന്ത്യ ഉഭയകക്ഷി വ്യാപാര ചർച്ചയിൽ ഏർപ്പെട്ടത്. ഇന്ത്യയും US-ഉമായുള്ള മഞ്ഞൊരുക്കത്തിന്റെ സൂചനകൾ നൽകി ഇന്ന് 75ാം പിറന്നാൾ ആഘോഷിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് ജന്മദിനാശംസ നേർന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മോദി ഗംഭീരമായി ജോലി ചെയ്യുന്നുണ്ടെന്നും ട്രംപ് പിന്നീട് പറഞ്ഞു. ഇപ്പോൾ എന്റെ സുഹൃത്ത് നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ നേർന്നു. അദ്ദേഹം ഗംഭീരമായ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്ര, റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നിങ്ങളുടെ പിന്തുണയ്ക്ക് നന്ദി എന്ന് ട്രംപ് തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. കിഴക്കൻ യൂറോപ്യൻ രാജ്യമായ ജോർജിയ സന്ദർശിക്കാനെത്തിയ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തിന് ഇരയായതായി പരാതി. അർമേനിയയ്ക്കും ജോർജിയയ്ക്കും ഇടയിലുള്ള പ്രധാന കരമാർഗമായ സഡക്ലോ അതിർത്തിയിൽ വെച്ചാണ് ഇന്ത്യക്കാർക്ക് അധിക്ഷേപം നേരിടേണ്ടി വന്നത്. നിയമാനുസൃതമായ രേഖകളും ഈ വിസയും കയ്യിലുണ്ടായിരുന്നിട്ടും സഡക്ലോ അതിർത്തിയിൽ 56 ഇന്ത്യക്കാർ കടുത്ത അപമാനം നേരിട്ടു. ഭക്ഷണമോ ശുചിമുറി സൗകര്യങ്ങളോ ഇല്ലാതെ കൊടും തണുപ്പിൽ തങ്ങളോട് ഏറെ നേരം കാത്തിരിക്കാൻ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതായും വിനോദസഞ്ചാരിയായ യുവതി അവരുടെ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. 2 മണിക്കൂറോളം പാസ്പോർട്ടുകൾ ഉദ്യോഗസ്ഥർ അവരുടെ കൈവശം വച്ചു. കന്നുകാലികളെ പോലെ ഫുട്പാത്തിൽ ഇരിക്കാൻ നിർബന്ധിച്ചു. ഞങ്ങളോട് കുറ്റവാളികളെ പോലെ പെരുമാറുകയും രേഖകളൊന്നും പരിശോധിക്കുക പോലും ചെയ്യാതെ എല്ലാം തെറ്റാണെന്ന് പറയുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിദേശകാര്യ മന്ത്രി S ജയശങ്കറിനെയും ടാഗ് ചെയ്ത പോസ്റ്റിൽ ഇന്ത്യ ഇതിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും പറയുന്നു. ഇനി യൂറോപ്പ് വാർത്തകളിലേക്ക്. കുടിയേറ്റ വിരുദ്ധ വികാരത്തിൽ നെഞ്ചിടിപ്പോടെ UK മലയാളികൾ. കുടിയേറ്റ വിരുദ്ധ വികാരം അടിക്കടി കത്തിക്കയറുമ്പോൾ നെഞ്ചിടിപ്പോടെ UK-യിലെയും യൂറോപ്പിലെയും മലയാളികൾ. ഈ രാജ്യങ്ങളിലെ ആരോഗ്യ, ബിസിനസ്, സേവന മേഖലകളിലെ നട്ടെല്ലായ മലയാളി വൈദഗ്ധ്യ ജീവനക്കാർ കടുത്ത ആശങ്കയിലാണ് കുടിയേറ്റ വിരുദ്ധ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്. ലക്ഷക്കണക്കിന് തദ്ദേശീയരായ ആളുകൾ പങ്കെടുക്കുന്ന കുടിയേറ്റ വിരുദ്ധ റാലികൾ ഇപ്പോൾ ഓരോ വിദേശ രാജ്യങ്ങളിൽ നിന്നും തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുകയാണ്. ലക്ഷക്കണക്കിന് മലയാളികൾ എത്തിയിട്ടുള്ള അമേരിക്ക, ബ്രിട്ടൻ, കാനഡ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, അയർലൻഡ് എന്നിവിടങ്ങളിലൊക്കെ കുടിയേറ്റ വിരുദ്ധ തീ ആളിക്കത്തുന്നു. ഇതിനിടെ കുടിയേറ്റക്കാർക്ക് ആശ്വാസം നൽകുന്ന പ്രതികരണവുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ രംഗത്ത് വന്നത് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഏത് വിധേനയും സമ്മർദ്ദവുമായി എത്തുന്ന കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭത്തെ എതിർത്ത് തോൽപ്പിക്കുമെന്നാണ് സ്റ്റാർമർ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ മോഡൽ കുടിയേറ്റ വിരുദ്ധ നീക്കം UK-യിൽ അനുവദിക്കാൻ സാധ്യമല്ല എന്ന കർശന നിലപാടാണ് സ്റ്റാർമറുടേത്. ട്രംപിന്റെയും മെലാനിയ ട്രംപിന്റെയും ലണ്ടൻ സന്ദർശനം ആരംഭിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രഥമ വനിത മെലാനിയ ട്രംപും ലണ്ടനിലെ 2 ദിവസത്തെ സന്ദർശനം ആരംഭിച്ചു. അടുത്ത 2 ദിവസങ്ങളിലായി കിങ് ചാൾസ് എന്നിവരുടെയും ആതിഥേയത്വം വഹിക്കും. സൈനിക പരേഡുകൾ, ബ്രിട്ടീഷ്, അമേരിക്കൻ F-35 ജെറ്റുകൾക്കൊപ്പം റെഡ് ആരോസിന്റെ ഫ്ലൈറ്റ് പാസ് എന്നിവ ഉൾപ്പെടെ നിരവധി പരിപാടികൾ നടക്കും. ചൊവ്വാഴ്ച വിൻസറിൽ ട്രംപിന്റെ സന്ദർശനത്തിനെതിരെ സ്റ്റോപ്പ് ട്രംപ് കോalition പ്രതിഷേധിച്ചു. സമീപ വർഷങ്ങളിൽ ലോകമെമ്പാടും ഭിന്നിപ്പിക്കുന്ന തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ തീജ്വാലകൾ ആളിക്കത്തിക്കാൻ US പ്രസിഡന്റ് മറ്റാരെക്കാളും കൂടുതൽ ശ്രമിക്കുന്നുണ്ടെന്ന് ലണ്ടൻ മേയർ സാദിഖ് ഖാൻ ഗാർഡിയനിൽ എഴുതി. UK-യിൽ കുടിയേറ്റങ്ങൾ കുറഞ്ഞു വരുന്നതായി ഔദ്യോഗിക കണക്കുകൾ. അനധികൃത കുടിയേറ്റക്കാർക്കെതിരായ നടപടികൾ UK അധികൃതർ കടുപ്പിക്കുമ്പോഴും കുടിയേറ്റങ്ങൾ കുറഞ്ഞു വരുന്നതായാണ് ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ കണക്കുകൾ പറയുന്നത് 2011 ശേഷം നെറ്റ് മൈഗ്രേഷൻ 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിലായി ഒതുക്കാൻ കഴിഞ്ഞു എന്നാണ്. 2020 ഡിസംബർ 31 ശേഷം
ബ്രെക്സിറ്റിന് ശേഷമുണ്ടായ കുടിയേറ്റക്കാരുടെ പ്രവാഹത്തിന് ഇപ്പോൾ ചെറിയ ഒരു ശമനം ഉണ്ടായിരിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സ്റ്റുഡന്റ് വിസകളുടെ എണ്ണത്തിലും ഇടിവുണ്ടായിട്ടുണ്ട്. ഈ വർഷം വിസ അപേക്ഷകരുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 1.5% കുറവുണ്ടായിട്ടുണ്ട്. 2023 കണക്കുമായി താരതമ്യം ചെയ്താൽ ഉണ്ടായിരിക്കുന്നത് 18% കുറവാണ്. UK-യിൽ 2025-ലെത്തിയ മൊത്തം കുടിയേറ്റക്കാരിൽ കേവലം 5% താഴെ മാത്രം ആളുകളാണ് അപ്രകാരം എത്തുന്നതെന്ന് കണക്കുകൾ കാണിക്കുന്നു. UK-യിലെത്തുന്ന വിദേശികളിൽ ഏറ്റവും വലിയ വിഭാഗം വിദ്യാർത്ഥികളും അവരുടെ ആശ്രിതരുമാണ്. ഏകദേശം 47% വരും ഇവർ. രണ്ടാമതുള്ളത് 20% വരുന്ന വർക്കിംഗ് വിസയിലെത്തിയവരാണ്. മധ്യ ഇംഗ്ലണ്ടിൽ കൗൺസിൽ ടാക്സ് വർദ്ധിച്ചേക്കും. ഏറെ വിവാദമായ മെഗാ കൗൺസിൽ രൂപീകരണത്തിന്റെ ഭാഗമായി കൗൺസിൽ ടാക്സിൽ 250 പൗണ്ടിന്റെ വരെ വർധന ഉണ്ടായേക്കാമെന്ന് മുന്നറിയിപ്പ് നൽകി വിദഗ്ധർ. 5 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ലോക്കൽ അതോറിറ്റികൾക്ക് കീഴിൽ താമസിക്കുന്നവർക്ക് അവർക്ക് ലഭിക്കുന്ന സേവനങ്ങൾക്കായി പ്രതിവർഷം 100 കണക്കിന് പൗണ്ട് അധികമായി നൽകേണ്ടി വരുമെന്നാണ് പുതിയ പഠനം വെളിപ്പെടുത്തുന്നത്. 5 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള കൗൺസിൽ ഏരിയയിൽ ഒരു ബ്രാൻഡി വീടിന് പ്രതിവർഷം 2009 പൗണ്ട് നികുതി വരുമ്പോൾ കുറഞ്ഞ ജനസംഖ്യയുള്ള കൗൺസിലുകളിൽ ഇത് 1759 പൗണ്ട് ആയിരിക്കും. രാജിവെച്ചൊഴിയുന്നത് വരെ ഹൗസിംഗ് കമ്മ്യൂണിറ്റി സെക്രട്ടറി കൂടിയായിരുന്ന ഏഞ്ചല റൈനർ ആണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഈ നിർദ്ദേശത്തിന് കീഴിൽ വരുന്ന കൗൺസിലുകളിൽ ഭൂരിഭാഗവും തെക്കൻ ഇംഗ്ലണ്ടിലും മിഡ്ലാൻഡ്സിലുമാണുള്ളത്. മെഗാ കൗൺസിലുകൾ എന്നറിയപ്പെടുന്ന ഇവിടെ 5 ലക്ഷത്തിലധികം ജനസംഖ്യ ഉണ്ടായിരിക്കും. ശൈത്യകാല യാത്രയ്ക്ക് കുറഞ്ഞ ടിക്കറ്റ് നിരക്കുമായി വ്യൂലിംഗ്. ഒരു ശൈത്യകാല യാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് 15 പൗണ്ട് മുതൽ ടിക്കറ്റ് നിരക്കുകളുമായി യൂറോപ്പിലെ 20-ലധികം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് സ്പാനിഷ് എയർലൈൻ കമ്പനി വ്യൂലിംഗ്. ബജറ്റ് വിമാന സർവീസായ വ്യൂലിംഗ് പരിമിതമായ സമയത്തേക്കാണ് ഇപ്പോൾ 20 യൂറോയിൽ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ നൽകുന്നത്. ഒക്ടോബർ 1 മുതൽ 2025 ഡിസംബർ 18 വരെയുള്ള വിമാനങ്ങളിലാണ് ഈ നിരക്കുകൾ ബാധകമാവുക. ഈ മാസം ആദ്യം പ്രഖ്യാപിച്ച ഈ കിഴിവുകൾ സെപ്റ്റംബർ 24 വരെ തുടരും. ഏതെല്ലാം സ്ഥലങ്ങളിലേക്കാണ് ഈ നിരക്കുകൾ എന്നത് സ്പാനിഷ് എയർലൈൻ കമ്പനി വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും സ്പെയിനിലെ ഒട്ടുമിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്കുമൊപ്പം യൂറോപ്പിന്റെ ചില വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. IOC UK സറൈ റീജിയൻ കേരള ചാപ്റ്റർ ഓണാഘോഷം 20-ന് ക്രോയിഡണിൽ. നാടിനൊപ്പം നന്മയ്ക്കൊപ്പം എന്ന വലിയ ആശയവുമായി UK മലയാളികളുടെ ഐക്യവും സൗഹൃദവും നിറഞ്ഞ ഓണാഘോഷം ഈ കൊല്ലവും ക്രോയിഡണിൽ സംഘടിപ്പിക്കുന്നു. IOC UK കേരള ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 20 ശനിയാഴ്ച രാവിലെ 11 മണി മുതൽ വൈകിട്ട് 4 വരെ കാൻഡർബറി റോഡ് കമ്മ്യൂണിറ്റി ഹാളിലാകും നടക്കുക. അത്തപ്പൂക്കളം ഇട്ട് ആരംഭിക്കുന്ന ഈ കൊല്ലത്തെ ഓണാഘോഷ പരിപാടികളിൽ ഓണസദ്യ, തിരുവാതിര അടക്കം കലാപരിപാടികൾ എന്നിവ അരങ്ങേറും. തുടർന്ന് ആവേശം നിറയ്ക്കുന്ന വടംവലി മത്സരം ഓണപരിപാടികൾക്ക് കൊഴുപ്പ് കൂട്ടും. തുടർന്ന് മറ്റു സാംസ്കാരിക പരിപാടികളും ഉണ്ടായിരിക്കുമെന്നും ഓണാഘോഷ കൺവീനറും IOC സറൈ റീജിയണൽ പ്രസിഡന്റുമായ വിൽസൺ ജോർജ് അറിയിച്ചു. ഉച്ചഭക്ഷണത്തിന് ശേഷം നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മുൻ മേയർ മഞ്ജു ഷാഫർ ഹഫീസ് സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. പ്രസിഡന്റ് വിൽസൺ ജോർജ്, വൈസ് പ്രസിഡന്റ് ജെറിൻ ഫിലിപ്പ്, IOC കേരള ചാപ്റ്റർ നാഷണൽ പ്രസിഡന്റ് സുജു ദാനിയൽ, വൈസ് പ്രസിഡന്റ് ബേബിക്കുട്ടി ജോർജ്, നാഷണൽ ജനറൽ സെക്രട്ടറി ശ്രീ അഷ്റഫ് അബ്ദുള്ള, മുൻ മേയർ ഫിലിപ്പ് എബ്രഹാം, തോമസ് ഫിലിപ്പ് എന്നിവർ ആശംസാ പ്രസംഗങ്ങൾ നടത്തും. ഓണാഘോഷങ്ങൾക്ക് കേരള തനിമ പകരാൻ കഥകളി, നാടൻ നൃത്തങ്ങൾ, ഗാനങ്ങൾ, കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറുമെന്നും ഓണാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. യുക്മ നോർത്ത് വെസ്റ്റ് റീജിയണൽ കലാമേള ഒക്ടോബർ 11-ന്. യുക്മയിലെ പ്രധാന റീജിയണുകളിൽ ഒന്നായ യുക്മ നോർത്ത് വെസ്റ്റ് റീജിയണൽ കലാമേള ഒക്ടോബർ 11 ശനിയാഴ്ച മാഞ്ചസ്റ്ററിന് സമീപമുള്ള വിഗണിൽ നടക്കുന്നു. കലാമേളയുടെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായി ദേശീയ സമിതി അംഗം ബിജു പീറ്റർ, നോർത്ത് വെസ്റ്റ് റീജിയണൽ പ്രസിഡന്റ് ഷാജി വരാക്കുടി, സെക്രട്ടറി സനോജ് വർഗീസ്, ട്രഷറർ ഷാരോൺ ജോസഫ്, കലാമേള കോർഡിനേറ്റർ രാജീവ് CP എന്നിവർ സംയുക്തമായി അറിയിച്ചു. യുക്മ നോർത്ത് വെസ്റ്റ് റീജിയണൽ കലാമേളയിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളുടെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. യുക്മയുടെ അംഗങ്ങളായിട്ടുള്ള അസോസിയേഷനുകളിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്കാണ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരമുള്ളത്. റീജിയണൽ തലത്തിൽ വിജയികൾക്കാണ് നവംബർ 1-ന് ചെൽട്ടൺഹാമിൽ നടക്കുന്ന യുക്മ ദേശീയ കലാമേളയിൽ പങ്കെടുക്കുവാനുള്ള അവസരം ലഭിക്കുന്നത്. കലാമേളയുടെ വിജയത്തിനായി വളരെ ചിട്ടയോടെയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. യുക്മ ട്രഷറർ ഷീജോ വർഗീസ്, മുൻ ജനറൽ സെക്രട്ടറിമാരായ അലക്സ് വർഗീസ്, കുര്യൻ ജോർജ്, മുൻ ദേശീയ സമിതി അംഗം ജാക്സൺ തോമസ് എന്നിവരുടെ മാർഗനിർദ്ദേശത്തിലാണ് കലാമേളയുടെ ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരുന്നത്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 119.74 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 87.76 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 104.06 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.36 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 63.83 ഇന്ത്യൻ രൂപ. ഇനി US കാനഡ വാർത്തകളിലേക്ക്. ഇന്ത്യ US ചർച്ച ഗുണകരം, ഇനി ട്രംപ് തീരുമാനിക്കും. ചൊവ്വാഴ്ച ന്യൂഡൽഹിയിൽ നടന്ന ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ചർച്ചകൾ ഗുണപരമെന്ന്
പരസ്പരം പ്രയോജനകരമായ വ്യാപാര കരാറിലേക്ക് എത്താൻ തീവ്രമായ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും ഇന്ത്യൻ വാണിജ്യ മന്ത്രാലയം പറഞ്ഞു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ ഏർപ്പെടുത്തിയതിനു ശേഷമുള്ള ആദ്യ റൗണ്ട് ചർച്ചകളാണിത്. ഇന്ത്യയും US തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരത്തിന്റെ പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് വ്യാപാര കരാറിന്റെ വിവിധ വശങ്ങൾ ഉൾക്കൊള്ളുന്ന ചർച്ചകൾ ഗുണപരവും ഭാവിയിലേക്കുള്ളതുമായിരുന്നുവെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. US ഉദ്യോഗസ്ഥരുടെ സംഘത്തെ നയിക്കുന്ന ദക്ഷിണ മധ്യേഷ്യയിലെ അസിസ്റ്റന്റ് US വ്യാപാര പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ച് തിങ്കളാഴ്ച രാത്രിയാണ് ന്യൂഡൽഹിയിലെത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര കരാർ ചർച്ച ചെയ്യുന്നതിനുള്ള 6ാം റൗണ്ട് ചർച്ചകൾക്ക് തുടക്കം കുറിച്ച് ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന ചർച്ചകളിൽ ഇന്ത്യൻ പക്ഷത്തെ നയിച്ചത് വാണിജ്യ വകുപ്പിലെ സ്പെഷ്യൽ സെക്രട്ടറി രാജേഷ് അഗർവാൾ ആയിരുന്നു. ന്യൂയോർക്ക് ടൈംസ് ദിനപത്രത്തോട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ട്രംപ്. അപകീർത്തികരമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ചതിന് ന്യൂയോർക്ക് ടൈംസ് ദിനപത്രത്തോട് $1500 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പത്രത്തിനും 4 മാധ്യമ പ്രവർത്തകർക്കുമെതിരെയാണ് ട്രംപ് കേസ് ഫയൽ ചെയ്തത്. 2024 തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളും ഒരു പുസ്തകവും വസ്തുതാവിരുദ്ധവും തന്നെ അപകീർത്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ളവയും ആയിരുന്നു എന്നും ഫ്ലോറിഡ ഡിസ്ട്രിക്ട് കോർട്ടിൽ നൽകിയ പരാതിയിൽ ട്രംപ് പറയുന്നു. തീവ്ര ഇടത് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മുഖപത്രമായി പ്രവർത്തിച്ച് കാലങ്ങളായി നുണകൾ പടർത്തുകയാണ് പത്രമെന്നും ട്രംപ് ആരോപിച്ചു. ചാർലി കിർക്കിന്റെ കൊലപാതകത്തിൽ പ്രതിക്ക് വധശിക്ഷ ലഭിച്ചു. ചാർലി കിർക്ക് കൊലപാതകത്തിൽ അറസ്റ്റിലായ പ്രതി ടൈലർ റോബിൻസണിനെതിരെ ചുമത്തിയിട്ടുള്ള വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ കിർക്കിന്റെ കൊലപാതകത്തിൽ അമേരിക്കയുടെ ദുരന്തമാണെന്നും യൂട്ടാ കൗണ്ടി അറ്റോർണി ജെഫ് ഗ്രേ പറഞ്ഞു. ആസൂത്രിതമായ കൊലപാതകം, തോക്കിന്റെ ദുരുപയോഗം, തെളിവ് നശിപ്പിക്കൽ, സാക്ഷികളെ സ്വാധീനിക്കൽ, കുട്ടികൾക്ക് മുന്നിൽ വെച്ച് കൊലപാതകം തുടങ്ങിയ 7 കുറ്റങ്ങളാണ് റോബിൻസണിനെതിരെ ചുമത്തിയിരിക്കുന്നത്. കിർക്കിന്റെ കൊലപാതകത്തിന് മുൻപ് റോബിൻസൺ റൂംമേറ്റും പ്രണയിതാവുമായ ട്രാൻസ്ജെൻഡറിന് എഴുതിയ കുറിപ്പും കോടതിയിൽ ഹാജരാക്കി. ചെയ്യുന്ന കാര്യം എന്തായാലും അത് നിർത്തി കീബോർഡിന് താഴെ നോക്കൂ എന്നും റോബിൻസൺ സുഹൃത്തിന് മെസ്സേജ് അയച്ചിരുന്നു. ചാർലി കിർക്കിനെ കൊല്ലാനുള്ള അവസരമുണ്ട്, ഞാനത് ഉപയോഗിക്കാൻ പോകുന്നു എന്നായിരുന്നു കുറിപ്പ്. ആഘോഷിക്കുന്ന കുടിയേറ്റക്കാരുടെ വിസ റദ്ദാക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി. വലതുപക്ഷ പ്രവർത്തകൻ ചാർലി കിർക്കിന്റെ കൊലപാതകം ആഘോഷിച്ച കുടിയേറ്റക്കാരുടെ വിസ റദ്ദാക്കുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. നിഷേധാത്മകവും വിനാശകരവുമായ പെരുമാറ്റമുണ്ടായവർ നമ്മുടെ രാജ്യം സന്ദർശിക്കേണ്ട കാര്യമില്ല എന്നും റൂബിയോ എക്സിൽ പറയുന്നു. വിദ്യാർത്ഥികൾക്കോ വിനോദസഞ്ചാരികൾക്കോ മറ്റുള്ളവർക്കോ വിസ നൽകുന്നതിൽ അമേരിക്ക ഉയർന്ന നിലവാരം പുലർത്തുന്നുവെന്നും റൂബിയോ എടുത്തു പറഞ്ഞു. രാഷ്ട്രീയ വ്യക്തികളുടെ കൊലപാതകം, വധശിക്ഷ അല്ലെങ്കിൽ കൊലപാതകം ആഘോഷിക്കുന്ന വ്യക്തികളെ പ്രവേശനം അനുവദിക്കരുതെന്നും ഇതിനകം രാജ്യത്ത് ഉണ്ടെങ്കിൽ അവരുടെ വിസ റദ്ദാക്കണമെന്നും റൂബിയോ ശക്തമായി വീഡിയോയിൽ പ്രതികരിക്കുന്നുണ്ട്. വിസ റദ്ദാക്കൽ നടക്കുന്നുണ്ടെന്നും US വിസയിലായിരിക്കുമ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ ആഘോഷിക്കുന്നവരുണ്ടെങ്കിൽ നാടുകടത്തലിന് തയ്യാറാകണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസുകളിൽ പൗരത്വ മാർക്കറുമായി ആൽബർട്ട. ഡ്രൈവിംഗ് ലൈസൻസുകൾ പൗരത്വ മാർക്കറുകൾ നിർബന്ധമാക്കുന്ന ആദ്യ പ്രവിശ്യയാകാൻ കാനഡയിലെ ആൽബർട്ട. ഡ്രൈവിംഗ് ലൈസൻസുകളിലെ പൗരത്വം, ഹെൽത്ത് കാർഡ് നമ്പർ എന്നിവ 2026 അവസാനത്തോടെ പതിപ്പിക്കും. ഡ്രൈവിംഗ് ലൈസൻസുകളിലും തിരിച്ചറിയൽ കാർഡുകളിലും കനേഡിയൻ പൗരത്വ മാർക്കുകൾ ഉണ്ടായിരിക്കുമെന്നും ആൽബർട്ട സർക്കാർ പ്രഖ്യാപിച്ചു. കാനഡയിൽ ഇത്തരത്തിലുള്ള ആദ്യത്തെ നിർബന്ധിത മാറ്റം 2026 അവസാനത്തോടെ പ്രാബല്യത്തിൽ വരുമെന്നും പ്രീമിയർ ഡാനിയൽ സ്മിത്ത് പറഞ്ഞു. ഡ്രൈവിംഗ് ലൈസൻസുകളിൽ പൗരത്വ വിവരങ്ങൾ ചേർക്കുന്നത് വഴി ആൽബർട്ടസിന് വിദ്യാർത്ഥി സഹായം, ആരോഗ്യ ആനുകൂല്യങ്ങൾ, വൈകല്യ പിന്തുണ തുടങ്ങിയവയ്ക്കുള്ള ധനസഹായത്തിനും സേവനങ്ങൾക്കും കൂടുതൽ ഫലപ്രദമായി അപേക്ഷിക്കാൻ സഹായിക്കുമെന്നും സ്മിത്ത് പറഞ്ഞു. ആൽബർട്ടയ്ക്ക് അവരുടെ ഐഡന്റിറ്റിയും പൗരത്വവും തെളിയിക്കേണ്ടി വരുമ്പോൾ ഒരൊറ്റ രേഖ ഉപയോഗിച്ച് അത് ചെയ്യാൻ കഴിയുമെന്നും പ്രീമിയർ അവകാശപ്പെട്ടു. ChatGPT ഉപയോഗിക്കുന്നവരുടെ കണക്ക് പുറത്ത്. ChatGPT നിർമ്മാതാക്കളായ OpenAI ആളുകൾ ചാറ്റ്ബോട്ട് എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും അതിന്റെ ഉപയോക്താക്കൾ ആരൊക്കെയാണെന്നും വ്യക്തമാക്കുന്ന ആദ്യത്തെ വിശദമായ റിപ്പോർട്ട് പുറത്തുവിട്ടു. ആളുകൾ കൃത്രിമ ബുദ്ധിയെ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്നും അവർ അതിനോട് എന്താണ് സംസാരിക്കുന്നതെന്നും വ്യക്തമാക്കുന്ന വിശദമായ വിവരമാണ് റിപ്പോർട്ടിലുള്ളത്. ChatGPT ഉപയോക്താക്കൾ ഭൂരിഭാഗവും സ്ത്രീകളാണെന്നും അയക്കുന്ന അഭ്യർത്ഥനകൾ ഭൂരിഭാഗവും ജോലി സംബന്ധമായ കാര്യങ്ങളല്ലെന്നും റിപ്പോർട്ട് പറയുന്നു. ഉപയോക്താക്കളുടെ എണ്ണത്തിൽ ആധിപത്യം പുലർത്തുന്നത് യുവാക്കളാണ്. 18-നും 25-നും ഇടയിൽ പ്രായമുള്ളവരിൽ നിന്നാണ് കൂടുതലായും നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ എത്തുന്നത്. എന്നാൽ ChatGPTക്ക് ആഗോളവും വൈവിധ്യപൂർണവുമായ ഉപയോക്തൃ അടിത്തറയുണ്ടെന്നും പഠനം കാണിക്കുന്നു. 2024 മെയ് മുതൽ 2025 ജൂൺ വരെയുള്ള 1.5 ദശലക്ഷം ChatGPT ഉപയോക്താക്കളിൽ നിന്നുള്ള ചാറ്റ് ലോഗുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് റിപ്പോർട്ട്. 62 പേജുള്ളതാണ് പുറത്തിറക്കിയ റിപ്പോർട്ട്. US ഡെസ്ക് വ്യവസായത്തിന്റെ ഹൃദയഭാഗത്തുള്ള സാൻ ഫ്രാൻസിസ്കോയാണ് OpenAIയുടെ ആസ്ഥാനം. ഹാലിഫാക്സിലെ വാടക വീടുകൾ പൊള്ളുന്നു.
ഹാലിഫാക്സിലെ വാടകക്കാരന് വീട്ടുവാടക ചിലവേറുന്ന ഒന്നായി മാറുന്നു. കനേഡിയൻ സെന്റർ ഫോർ പോളിസി ആൾട്ടർനേറ്റീവിന്റെ സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് 2024 ശരാശരി 1 ബെഡ്റൂമും അപ്പാർട്ട്മെന്റും സ്വന്തമാക്കാൻ മുഴുവൻ സമയവും ജോലി ചെയ്ത് മണിക്കൂറിൽ ഏകദേശം $27 മുതൽ സമ്പാദിക്കേണ്ടി വരുന്നു. വരുമാനത്തിന്റെ 30% ഭവന നിർമ്മാണത്തിനായി ചെലവഴിക്കാൻ ആവശ്യമായ തുക റെന്റൽ വേജ് ആണ്. ഈ പരിധിക്ക് താഴെയാണ് അഫോർഡബിൾ ഹൗസിന്റെ വിലയായി കണക്കാക്കുന്നതെന്നും കാനഡ മോർട്ട്ഗേജ് ആൻഡ് ഹൗസിംഗ് കോർപ്പറേഷൻ പറയുന്നു. 2025 ആദ്യ 3 മാസങ്ങളിൽ ഹാലിഫാക്സിൽ 1 ബെഡ്റൂം അപ്പാർട്ട്മെന്റ് മണിക്കൂറിന് ഏകദേശം $34 ആയിരുന്നു. 39 നഗരങ്ങളിൽ 9ാമത്തെ ഉയർന്ന നിരക്കാണിത്. 2 ബെഡ്റൂം അപ്പാർട്ട്മെന്റിന് ഏകദേശം $43 ആയിരുന്നു മണിക്കൂർ നിരക്ക്. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ന്യൂസിലേക്ക്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. അബുദാബിയിൽ പൊതുജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഇൻഷുറൻസ് ആവശ്യങ്ങൾക്കായി വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്താൻ കമ്പനികൾക്ക് അനുമതി നൽകുന്ന പുതിയ വിവര സംരക്ഷണ നിയമം അബുദാബി ഗ്ലോബൽ മാർക്കറ്റ് പുറത്തിറക്കി. വ്യക്തികളുമായി ബന്ധപ്പെട്ട വിവരങ്ങളുടെ ഉപയോഗം സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിടുന്നതാണ് ഡേറ്റ പ്രൊട്ടക്ഷൻ റെഗുലേഷൻ ചട്ടങ്ങൾ. 2025 തീർത്തും വ്യക്തിപരമായ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഇൻഷുറൻസ്, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളെയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. എന്നാൽ ബാലാവകാശമോ പൊതു താൽപര്യമോ സംരക്ഷിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ വ്യക്തികളുടെ സമ്മതമില്ലാതെ തന്നെ ചില വിവരങ്ങൾ ലഭ്യമാക്കാനും നിയമം അനുവദിക്കുന്നു. അപകട സാധ്യതയുള്ളവർക്കുള്ള സംരക്ഷണവും നിയമം ഉറപ്പു നൽകുന്നു. ഭക്ഷ്യസുരക്ഷാ നിയമം ലംഘിച്ച അബുദാബിയിലെ ഹൈപ്പർ മാർക്കറ്റ് അടച്ചുപൂട്ടി. ഡേമാർട്ട് ഹൈപ്പർ മാർക്കറ്റ് LLC ആണ് അടച്ചതെന്ന് അബുദാബി കൃഷി ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി അറിയിച്ചു. മുന്നറിയിപ്പ് നൽകിയിട്ടും നിയമം ലംഘനം ആവർത്തിച്ചതിനെ തുടർന്നാണ് കടുത്ത നടപടി സ്വീകരിച്ചത്. ഭക്ഷ്യോൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിലും സൂക്ഷിക്കുന്നതിലും അതോറിറ്റി നൽകിയ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്നും സൂചിപ്പിച്ചു. അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചെന്ന് ഉറപ്പാക്കിയാൽ പിന്നീട് തുടർന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകും. ഭക്ഷ്യസുരക്ഷാ നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ 800555 നമ്പറിൽ അറിയിക്കണം. ഇനി ആനന്ദ് ട്രാവൽ GCC ഇന്ത്യ നാണയ വിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 23.4 ഇന്ത്യൻ രൂപ, ഒരു UAE ദിർഹം 23.9 ഇന്ത്യൻ രൂപ, ഒരു കുവൈറ്റി ദിനാർ 287.77 ഇന്ത്യൻ രൂപ, ഒരു ഒമാനി റിയാൽ 227.97 ഇന്ത്യൻ രൂപ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.